വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയ്ക്ക് മുൻപ് പ്രതി അഫാൻ മരിക്കുന്നതെങ്ങനെയെന്ന് ഫോണിൽ തെരഞ്ഞിരുന്നതായി അന്വേഷണ സംഘം. കൂട്ടക്കൊലയ്ക്ക് മുമ്പ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടിരുന്നു. ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയെയും ഈ ദൃശ്യം കാണിച്ചിരുന്നതായാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. വി വിനോദാണ് ചേരുന്നത്. വിനോദ്, മറ്റെന്തെല്ലാമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം? അഭിലാഷ്, കൂടുതൽ വിവരങ്ങളാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നത്. ഇതിൽ പ്രതി യൂട്യൂബിൽ തിരഞ്ഞിരുന്നത് എങ്ങനെയൊക്കെ മരണം, ആത്മഹത്യ ചെയ്യാനുള്ള വഴികൾ, ആ ഒരു കാര്യമാണ് യൂട്യൂബിൽ തിരഞ്ഞത്. ഇക്കാര്യം ഷെമി പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. അത് ഉമ്മയെയും കാമുകയെയും കാര്യം കാണിക്കുകയും അത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഉമ്മയോട് ഈ കൊലപാതക ശ്രമം നടത്തുന്നതിന് മുൻപ്, ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുൻപ് ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്നും പൊറുക്കണമെന്നും പ്രതി പറഞ്ഞിരുന്നു എന്ന കാര്യം കൂടി മൊഴിയായി നൽകിയിട്ടുണ്ട്. വെഞ്ഞാറമ്മൂട് പാങ്ങോട് പോലീസുകൾക്കാണ് ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുള്ളത്. നേരത്തെ ഷെമി പറഞ്ഞത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നു എന്ന കാര്യമാണ്. ആ മൊഴി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രതിക്കെതിരെയുള്ള മൊഴി ആവർത്തിക്കുകയാണ്. തന്റെ കഴുത്തിൽ തോൾ കൊണ്ട് മുറുക്കി കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെന്ന കാര്യമാണ് പറയുന്നത്. ബോധരഹിതയായി ഈ ഒരു കാര്യം കൂടി ഷെമി പറയുന്നുണ്ട്. അതേസമയം ഈ അഫാൻ വിഷം കഴിച്ചെങ്കിലും, എലിവിഷം കഴിച്ചെങ്കിലും അത് വലിയ അളവിൽ ഉണ്ടായിരുന്നില്ല എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ശീതളപാനീയത്തിൽ കലക്കിയാണ് ഈ വിഷം കഴിച്ചത്. അതിനുശേഷം മദ്യപിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതി ആത്മഹത്യയുടെ ദൃശ്യങ്ങൾ തിരഞ്ഞെങ്കിൽ കൂടിയും അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പൂർണ്ണമായി എത്തി എന്ന് കരുതുക വയ്യ. കാരണം ഈ എലിവിഷത്തിന്റെ അളവൊക്കെ തന്നെയാണ് അത്തരത്തിലൊരു സംശയം ഉണ്ടാക്കുന്നത്. മറ്റുള്ളവരെ കൊലപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു പ്രധാനമായും പ്രതിയുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യമെന്ന നിഗമനത്തിലേക്ക് പോകുന്നു. ഏതായിരുന്നാലും വളരെ പെട്ടെന്ന് തന്നെ പോലീസ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കും. 3 ഘട്ടങ്ങളിലായാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. കൊലപാതകങ്ങൾ നടന്ന 3 ഇടങ്ങൾ, പിന്നീട് ഈ ആയുധവും സഞ്ചിയും എലിവിഷവും ഒക്കെ തന്നെ വാങ്ങിയ കടകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ ഇതിനകം തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അഭിലാഷ്.